ദീപാവലി ആഘോഷങ്ങൾക്കിടെ രാജ്യതലസ്ഥാനത്ത് വായു ഗുണനിലവാരം മോശം അവസ്ഥയിൽ. വളരെ മോശമെന്ന സ്ഥിതിയിലാണ് നിലവിൽ വായു ഗുണനിലവാര സൂചികയുള്ളത്. ആഘോഷങ്ങളുടെ ഭാഗമായി പടക്കം പൊട്ടിച്ചതോടെ ശബ്ദമലിനീകരണവും പുകപടലവും രൂക്ഷമായി. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രാവിലെ 8 മണിക്ക് AQI 335 എന്ന നിലവാരത്തിലാണ് ഡൽഹിയിലെ വിവിധ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ മിക്കയിടങ്ങളിലും AQI 300-ന് മുകളിൽ രേഖപ്പെടുത്തി. ആനന്ദ് വിഹാർ, വാസർപൂർ എന്നിവിടങ്ങളിൽ സ്ഥിതി വളരെ ഗുരുതരമാണ്. വായുമലിനീകരണം രൂക്ഷമായതോടെ ഡൽഹി NCR മേഖലകളിൽ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാനിന്റെ 2ാം ഘട്ടം ഞായറാഴ്ച പ്രാബല്യത്തിൽ വന്നു. ഒക്ടോബർ 14-ന് പ്രാബല്യത്തിൽ വന്ന 1ാം ഘട്ടത്തിന് പുറമെയാണിത്. GRIP-യുടെ 2ാം ഘട്ടത്തിൽ റോഡുകളിൽ പൊടി നിയന്ത്രിക്കുന്നതിനായുള്ള വാക്വം സ്വീപ്പിംഗ് അടക്കമുള്ള നടപടി സ്വീകരിക്കും. ഇലക്ട്രിക് ബസ്സുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം മെട്രോ നടത്തുന്ന സർവീസുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കും. ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി ഡൽഹി NCR മേഖലകളിൽ അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞ ഹരിതപടക്കങ്ങൾ മാത്രം ഉപയോഗിക്കാനാണ് അനുമതിയുള്ളത്. ദീപാവലി ദിവസത്തിൽ രാവിലെ 8 മുതൽ രാത്രി 10 മണി വരെ മാത്രമാണ് പടക്കം ഉപയോഗിക്കാൻ അനുമതി. ഹരിതപടക്കങ്ങൾ മാത്രം ഉപയോഗിക്കാൻ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയും പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്.